ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൻ്റെ അകത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ഉണ്ട്. അതായത് വാട്സപ്പിൻ്റെ അകത്ത് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ കുറച്ച് ആളുകൾക്ക് വാട്സപ്പിൻ്റെ അകത്ത് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൻ്റെ അത് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നും ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. ഈ വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നിരവധി ഫോളോവേഴ്സും അതുപോലെ അതിൽ നിന്നും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സോഴ്സ് തന്നെയാണ് ഈ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്നത്. ഈ വാട്സപ്പ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് അത് എല്ലാവർക്കും അതിൻ്റെ ഓപ്ഷൻ വന്നിട്ടില്ല. എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും വാട്സപ്പിൻ്റെ അകത്ത് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ എന്ന പോലെ തന്നെ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെയും നമുക്ക് വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. വാട്സപ്പ് ചാനലിലൂടെ എങ്ങനെയാണ് നിങ്ങൾ വരുമാനം ഏൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളാബ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റെഫറൽ ലിങ്ക് ആഡ് ചെയ്യാം, അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. റെഫറൽ ലിങ്കിലൂടെയും അതുപോലെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെയും നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് തന്നെ പറയാം വാട്സപ്പ് ചാനൽ എന്ന് പറയുന്നത്. യൂട്യൂബിൽ ചാനൽ എന്ന പോലെ തന്നെയാണ് വാട്സപ്പിൻ്റെ അകത്ത് ചാനലും ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള മെത്തേഡ് ഒറ്റയടിക്ക് നമുക്ക് കണ്ടിട്ട് വരാം. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ എങ്ങനെ ഫോളോവേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം എന്നുമുള്ള ഒരു കിടിലം വീഡിയോ ആണ്. നമുക്ക് ആ ലൈവായിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള വാട്സപ്പിൻ്റെ അകത്ത് നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അതിപ്പോൾ iOS ഫോണാണെങ്കിലും ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാട്സപ്പ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം റൈറ്റ് സൈഡിലായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നേരത്തെ സ്റ്റാറ്റസ് ആയിരുന്നു ചാറ്റ്, നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയും അതുപോലെ ഇവിടെ നേരത്തെ സ്റ്റാറ്റസ് ആയിരുന്നു. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ കോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ഡേറ്റ്സിൻ്റെ താഴെയായിട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകളുടെ സ്റ്റാറ്റസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാവുന്നതാണ്. അതായത് സ്റ്റാറ്റസ് നമുക്ക് മ്യൂട്ട് ചെയ്യുന്നതിനും അതുപോലെ സ്റ്റാറ്റസ് പ്രൈവസി ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ താഴത്തോട്ട് വരികയാണെങ്കിൽ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓൾറെഡി തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടർ വോൾട്ട് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചാനൽ, അതായത് യൂട്യൂബ് ചാനലിൻ്റെ അതേ പേരിലുള്ള ഒരു വാട്സപ്പ് ചാനൽ ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ചാനൽസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഫൈൻഡ് ചാനൽസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഏറ്റവും പുതിയ വാട്സപ്പ് ചാനൽസാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് ഈ ചാനൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് ചാനൽസ് അതുപോലെ ഫസ്റ്റിൽ ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഒരു പുതിയ വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു ചാനൽ ഫൈൻഡ് ചെയ്യണം, ആ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫൈൻഡ് ചാനൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ഓൺലൈൻ ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയോ അതിലേക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിലേക്ക് നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാനം ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് ആവശ്യമാണ്. അതിന് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്രിയേറ്റ് ചാനൽ, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം, അതായത് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ എഴുതി വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. അതായത് നമ്മുടെ ചാനൽ ആർക്ക് വേണമെങ്കിലും ഡിസ്കവർ ചെയ്യാൻ പറ്റും. അത് ഡിസ്കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലിൽ ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ
അതുപോലെ നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറോ നമ്മുടെ നെയിമോ അല്ലെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ആ ചാനലിലേക്ക് നിങ്ങൾ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യുകയാണ്. അതായത് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങൾ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ആ ചാനൽ ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ്റെയോ അല്ലെങ്കിൽ അഡ്മിൻ്റെ പ്രൊഫൈൽ പിക്ചറോ അഡ്മിൻ്റെ നെയിമോ അഡ്മിൻ്റെ മൊബൈൽ നമ്പറോ ഒന്നും ആർക്കും ഫൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളായിരിക്കും. അതായത് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ മെമ്പേഴ്സും ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തുള്ള എല്ലാ മെമ്പേഴ്സും ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ റെസ്പോൺസിബിളാണ്. അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചാറ്റോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾ സെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഡേറ്റകൾക്കും അത് സെൻഡ് ചെയ്യുന്നവരാണ് അതിന് റെസ്പോൺസിബിലിറ്റി, അല്ലാണ്ട് ഗ്രൂപ്പ് അഡ്മിൻ അല്ല. പക്ഷേ ഒരു വാട്സപ്പ് ചാനൽ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വാട്സപ്പ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നടക്കുന്ന എല്ലാ എൻഗേജ്മെൻറ്റിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കണം. കാരണം ആ വാട്സപ്പ് ചാനലിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ നടന്നാലും അതിന് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ മാത്രമായിരിക്കും. കാരണം നിങ്ങളായിരിക്കും അതിൻ്റെ അഡ്മിൻ. വേറെ ആർക്കും അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലും അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അതിലേക്ക് എന്ത് അപ്ഡേഷൻ നടക്കണമെങ്കിലും നിങ്ങൾ മാത്രം വിചാരിച്ചാലാണ് നടക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ പ്രൊഫൈൽ പിക്ചറോ ഒന്നും മറ്റാർക്കും കാണുവാനും സാധിക്കില്ല. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ നെയിമാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ നെയിമിന് വേണ്ടി ഞാൻ യൂട്യൂബ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. യൂട്യൂബ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. യൂട്യൂബ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. മലയാളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് മലയാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് എഴുതാൻ പോവുകയാണ്. മലയാളം സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഞാൻ മലയാളം സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പ്ലാറ്റ്ഫോം എന്ന് എഴുതാൻ പോവുകയാണ്. പ്രൊമോഷൻ പ്ലാറ്റ്ഫോം എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. അതായത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ സ്ഥാനത്ത് മലയാളം സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഫൈലിൻ്റെ ഒരു ലോഗോ നമുക്ക് ഗാലറിയിൽ നിന്നും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഗാലറിയിൽ നിന്നും ഒരു പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം അതിലേക്ക് ഫോട്ടോ ഒന്നും ആഡ് ചെയ്തില്ല. ഞാൻ പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പിന്നീട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ലോഗോ ഒക്കെ നിങ്ങൾ ഓൾറെഡി തന്നെ ക്രിയേറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നെയിം, അതായത് വാട്സപ്പ് ചാനലിൻ്റെ നെയിമായിട്ട് യൂട്യൂബ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതുപോലെ ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകൾ എന്ന് പറയുന്നത് മാക്സിമം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് യൂട്യൂബ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തു, അതായത് ചാനൽ നെയിം കൊടുത്തു. അതുപോലെ ഞാൻ ഇത്രയും ഒരു ചെറിയ വേർഡിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. ക്രിയേറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണുവാൻ സാധിക്കും 0 ഫോളോവേഴ്സാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇത് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, നമുക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഓൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് ചാനൽ ഇൻഫോ, അൺഫോളോ, ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വാട്സപ്പിലേക്കിടയും ഫേസ്ബുക്കിലേക്കിടയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് നമുക്കിതിലേക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായി നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ചാനൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ എങ്ങനെ നമുക്ക് വരുമാനം ഏൺ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലേക്ക് എങ്ങനെ ഫോളോവേഴ്സിനെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെയുള്ള വീഡിയോ നമ്മൾ വരും വീഡിയോസുകളിൽ ചെയ്യുന്നതായിരിക്കും. വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി വാട്സപ്പ് ചാനലിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള പുതിയ കിടിലം വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഒരു 1000 ലൈക്കെങ്കിലും ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു 1000 ലൈക്കും അതുപോലെ നല്ല രീതിയിൽ കമൻറ്റ്സും നിങ്ങൾ ഈ വീഡിയോയ്ക്കൊന്ന് ഇട്ട് തരിക.